എ.ബി. വാജ്പേയിയുടെ മന്ത്രിസഭയിൽ വിദേശകാര്യമന്ത്രിയായും ധനകാര്യമന്ത്രിയായും ഒക്കെ പ്രവർത്തിച്ച മുതിർന്ന നേതാവായ യശ്വന്ത് സിൻഹയുടെ മകൻ ജയന്ത് സിൻഹ മത്സരിച്ചിരുന്ന മണ്ഡലമായിരുന്നു ഹസാരിബാഗ് ലോക്സഭാ മണ്ഡലം. ജാർഖണ്ഡിലെ 14 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി BJP കാണുന്ന ഒരു മണ്ഡലം. ഇത്തവണ ഹസാരിബാഗിൽ BJP സ്ഥാനാർത്ഥിയായി ജയന്ത് സിൻഹയല്ല പരിഗണിച്ചത്. പകരം നിന്നയാൾ ജയിച്ചുവെങ്കിലും ജയന്ത് സിൻഹയെ തടയാൻ വേണ്ടി BJP പ്രയോഗിച്ച ആ ഒരു പദ്ധതിയിൽ വലിയ രീതിയിലുള്ള നിരാശ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കുമുണ്ട്. നരേന്ദ്രമോദിക്ക് വലിയ തോതിൽ യശ്വന്ത് സിൻഹയോട് അമർഷമുണ്ട്. യശ്വന്ത് സിൻഹയുടെ അതേ രീതി തന്നെയാണ് ജയന്ത് സിൻഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയന്ത് സിൻഹയെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നത്. ജയന്ത് സിൻഹ ഒരു രീതിയിലും മോദി വിരോധം പ്രചരിപ്പിക്കാനോ ഒന്നും തന്നെ ശ്രമിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം കേന്ദ്ര നയങ്ങളോട് വലിയ രീതിയിലുള്ള ഒരു ഭിന്ന അഭിപ്രായമാണ് കാണിക്കുന്നതെന്ന് BJPക്കുള്ളിൽ തന്നെ സ്വരം ഉയർത്തിയിരുന്നു. കേന്ദ്രത്തിൽ പ്രത്യേകിച്ചും നരേന്ദ്രമോദി ക്യാബിനറ്റിൽ അംഗമായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന ലഭിച്ചിരുന്നില്ല. യശ്വന്ത് സിൻഹയുടെ മകനായതുകൊണ്ടാണോ ഈ പക്ഷപാതം എന്ന രീതിയിൽ വലിയ ചർച്ചകളുണ്ടായിരുന്നു. ഇപ്പോഴിതാ ജയന്ത് സിൻഹ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ വേണ്ടി തീവ്രമായ ശ്രമം നടത്തുന്നു. വരാൻ പോകുന്ന ജാർഖണ്ഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കോൺഗ്രസിനും JMMനും വലിയ പ്രയോജനകരമായ തീരുമാനമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, ഇക്കുറി BJP വലിയ രീതിയിൽ മുന്നേറ്റം ലോക്സഭയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന് ഏവർക്കും അറിയാം. കൽപ്പന സോറൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരിക എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ അവിടെ മുഖ്യമന്ത്രി ചമ്പൈ സോറനാണ്. ഹേമന്ത് സോറൻ്റെ അറസ്റ്റിന് ശേഷമാണ് ചമ്പൈ സോറനെ അവിടെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിച്ചത്. എന്നാൽ പാർട്ടിയുടെ നേതാവെന്നത് കൽപ്പന സോറൻ തന്നെയാണ്. എല്ലാ മേഖലകളിലും ശക്തമായ പ്രചരണമായിരുന്നു കൽപ്പന സോറൻ നടത്തിയത്. ജാർഖണ്ഡിൽ മാത്രമല്ല, കോൺഗ്രസിന് വേണ്ടി, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത നേതാക്കളിൽ ഒരാളായിരുന്നു കൽപ്പന സോറൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ പത്നിയായ സുനിത കെജ്രിവാളിനോടൊപ്പം തന്നെ കൽപ്പന സോറൻ തോളോട് തോൾ ചേർന്ന് നിന്നാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. തീർച്ചയായും വരുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ BJPക്കെതിരെ ഒരു വിജയം നാട്ടാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. JMMും RJDയും കോൺഗ്രസും ചേരുന്ന സഖ്യമാണ് അവിടെ ഇന്ത്യ മുന്നണിക്കുള്ളത്. നിലവിൽ JMMന് വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. എങ്ങനെ പോയാലും ഹേമന്ത് സോറനെ തിരികെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിഞ്ച് കാലുകുത്താൻ BJP അനുവദിക്കില്ല എന്ന കൽപ്പന സോറൻ്റെ വാക്കുകൾ ഹിറ്റായി കഴിഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പമാണ് ഇത്തരത്തിൽ ഹസാരിബാഗിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട ജയന്ത് സിൻഹയുടെ രാഷ്ട്രീയ മറുപടി. അദ്ദേഹത്തിന് പ്രാധാന്യം അർഹിക്കുന്ന രീതിയിൽ മറ്റ് സ്ഥാനം കൊടുക്കാമെങ്കിലും പൊടുന്നനെയാണ് ഇപ്പോൾ രാഷ്ട്രീയ തീരുമാനത്തിൽ മാറ്റം വന്നിരിക്കുന്നതെന്നാണ് അണികൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹം തീർച്ചയായും കോൺഗ്രസിലേക്ക് പോയാൽ ഒരു വിഭാഗം BJP നേതൃത്വം അദ്ദേഹത്തിനോടൊപ്പം ചേക്കേറാനുള്ള സാധ്യതയും ഉണ്ട്. ജയന്ത് സിൻഹ തീർച്ചയായും അവിടുത്തെ ഷെഡ്യൂൾഡ് ട്രൈബ് ഇതര വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി തന്നെയാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്.